സാധാരണ പോലെ അന്നും കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കൗണ്ടറിനെ ലക്ഷ്യമാക്കി ഒരു കറുത്ത അറ്റാച്ച് കേസുമായി ഒരാൾ കടന്നു വന്നത്. ഹേയ് മാഡം, ടക്കോമയിലേക്ക് ഒരു വൺ വേ ടിക്കറ്റ്. പേര് ഡാൻ കൂപ്പർ. നവംബർ 24 ഫോർട്ട് ലാൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട്. സാധാരണ പോലെ അന്നും കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് കൗണ്ടറിനെ ലക്ഷ്യമാക്കി ഒരു കറുത്ത അറ്റാച്ച് കേസുമായി ഒരാൾ കടന്നു വന്നത്. ഹേയ് മാഡം, ടക്കോമയിലേക്ക് ഒരു വൺ വേ ടിക്കറ്റ്. പേര് ഡാൻ കൂപ്പർ. ഡാൻ കൂപ്പർ യാത്രയ്ക്കുള്ള തിരക്കിലായിരുന്നു. കുറച്ച് സമയത്തിനകം ഫ്ലൈറ്റ് 305 യാത്രയ്ക്ക് തയ്യാറായി. ഒരു ബ്രീഫ് കേസും ഒരു ബ്രൗൺ പേപ്പർ ബാഗും വഹിച്ചുകൊണ്ട് ഡാൻ കൂപ്പർ വിമാനത്തിൽ കയറി. അവസാന നിരയിൽ താൻ രജിസ്ട്രേഷൻ ചെയ്ത 18 ഈ സീറ്റിൽ പോയിരുന്നു. ഹലോ മാഡം, ഒരു ഡ്രിങ്കും ഒരു ബർബണും ഒരു സവനപ്പും. വിമാനത്തിൽ 6 ജീവനക്കാരും 36 യാത്രക്കാരുമുണ്ടായിരുന്നു. 2:50 PM പോർട്ട് ലാൻഡിൽ നിന്ന് ഫ്ലൈറ്റ് 305 ടേക്ക് ഓഫ് ചെയ്തു. പറന്നുയർന്ന ഉടൻ കൂപ്പർ തൊട്ടു പിന്നിലുള്ള ജമ്പ് സീറ്റിൽ ഇരിക്കുന്ന ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഷാഫ്നറിന് ഒരു കുറിപ്പ് നൽകി. മിസ്, എന്റെ ബ്രീഫ് കേസിൽ ഒരു ബോംബുണ്ട്. നിങ്ങളെന്റെ അടുത്തിരിക്കുന്നതാണ് നല്ലത്. അവൾ കുറിപ്പ് കൂപ്പറിന് തിരികെ നൽകി. ആവശ്യപ്പെട്ടതനുസരിച്ച് അവളവിടെ ഇരുന്നു. അവൻ അവന്റെ ബ്രീഫ് കേസ് തുറന്നു. അതിൽ വയറോടുകൂടിയ 4 ചുവന്ന സിലിണ്ടറുകളുടെ 2 നിരകളുണ്ടായിരുന്നു. കൂപ്പർ ബ്രീഫ് കേസ് അടച്ച് അവളോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. വൈകുന്നേരം 5 മണിയോടെ ഒരു നാപ്സാക്കിൽ $2,00,000 2 പേർച്ചൂട്ടുകളും മിനസോട്ടയിൽ എത്തിക്കണം. അവളത് കുറിച്ചെടുത്തു. അവളത് കോക്പിറ്റിൽ കൊണ്ടുവന്നു. സ്ഥിതിഗതികൾ വിമാന ജീവനക്കാരെ അറിയിച്ചു. ക്യാപ്റ്റൻ അവളോട് കോക്പിറ്റിൽ തുടരാനും കാര്യങ്ങൾ കുറിച്ചെടുക്കാനും നിർദ്ദേശിച്ചു. തുടർന്ന് ക്യാപ്റ്റൻ മിനസോട്ടയിലെ നോർത്ത് വെസ്റ്റ് ഫ്ലൈറ്റ് ഓപ്പറേഷനുകളിലേക്ക് ഹൈജാക്കറുടെ ആവശ്യങ്ങൾ അറിയിച്ചു. 2 സെറ്റ് പാരച്യൂട്ടുകൾ അഭ്യർത്ഥിച്ചത് അവളെ കുടുക്കാനാണെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ സാധനങ്ങൾ നേരെ വഴി തന്നെ നൽകേണ്ടി വന്നു. കോക്പിറ്റിൽ ഷാഫ്നറിനൊപ്പം 2 ആൾ കൂടി കൂട്ടിനിരുന്നു. തുടർന്ന് അദ്ദേഹം കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു. വിമാനം സിയാറ്റിലിറങ്ങുമ്പോൾ ഇന്ധന ട്രിക്കുകൾ വിമാനത്തോടൊപ്പിക്കണം. അവൾ പണം കൊണ്ടുവരുമ്പോൾ എല്ലാ യാത്രക്കാരും സീറ്റിൽ തന്നെ ഇരിക്കണം. പണം കിട്ടിയതിനുശേഷം യാത്രക്കാരെ ഞാൻ വിട്ടേക്കാം. ക്യാപ്റ്റൻ സിയാറ്റിൽ ടക്കോമ എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോളിനെ സ്ഥിതിഗതികൾ അറിയിച്ചു. അവർ ലോക്കൽ പോലീസിനെയും FBI-യും ബന്ധപ്പെട്ടു. ചെറിയ മെക്കാനിക്കൽ ബുദ്ധിമുട്ട് കാരണം സിയാറ്റിലെത്താൻ വൈകുമെന്ന് അവർ അറിയിച്ചു. നോർത്ത് വെസ്റ്റ് ഓറിയന്റിന്റെ പ്രസിഡന്റായ ഡൊണാൾഡ് നെയ്റോപ്പ് മോചനദ്രവ്യം നൽകാൻ സമ്മതിക്കുകയും എല്ലാ ജീവനക്കാരോടും ഹൈജാക്കറുമായി സഹകരിക്കാനും അവന്റെ ആവശ്യങ്ങൾ അനുസരിക്കാനും ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ട സാധനങ്ങൾ എത്തുന്നതുവരെ ഫ്ലൈറ്റ് 305 2 മണിക്കൂറോളം സിയാറ്റിൽ വട്ടമിട്ട് പറന്നു. അതിനിടയ്ക്ക് മക്ലോ കൂപ്പർ, നിങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ നോർത്ത് വെസ്റ്റ് എയർലൈൻസ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് നിങ്ങളുടെ എയർലൈനുകളോട് പകയുള്ളതുകൊണ്ടല്ല, എനിക്ക് വെറുപ്പാണുള്ളത്. ഈ വിമാനം എന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാണ്. കഥ തുടരും.